ഹലോ ഗൈസ്, അപ്പം ഞാനിന്ന് ഒരു എന്താ പറയുക സന്തോഷ വാർത്ത പറയാൻ വേണ്ടി വന്നു. സന്തോഷ വാർത്ത എന്ന് പറയുമ്പം മൈഗ്രെയിൻ ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ളൊരു സന്തോഷ വാർത്തയാണ്. ഈ മൈഗ്രെയിൻ വന്നിട്ട് ഒരുപാട് പേര് ഇപ്പം ഇന്ന് തലവേദന വന്നിട്ടുണ്ടെങ്കിൽ നാളെ രാവിലെ, ഇപ്പം ഇന്ന് വൈകുന്നേരമാണ് വന്നതെങ്കിൽ നാളെ രാവിലെ അത് നിൽക്കുകയുള്ളൂ. അങ്ങനത്തെ സിവിയർ ഹെഡേക്കിലൂടെ കടന്നു പോയ ഒരുപാട് പേരുണ്ടാവും. ഞാനും അങ്ങനെ തന്നെയാണ്. എനിക്ക് തലവേദന വന്നു കഴിഞ്ഞാൽ പിന്നെ തലയിൽ ഞാൻ ചില സമയത്ത് തലയിൽ ഇങ്ങനെ മുറുക്കിയിട്ട് കെട്ടൊക്കെ കെട്ടിയിട്ട് കിടക്കലാണ്. എനിക്ക് ലൈറ്റ് പാടില്ല, പിന്നെ ഒച്ച കേൾക്കാൻ പാടില്ല. എനിക്ക് നല്ല ദേഷ്യം വരും. അങ്ങനെ എന്താ പറയുക, ഒരു പ്രത്യേക അവസ്ഥയാണ്. അതുപോലെ കൃത്യസമയത്തിന് ഭക്ഷണം കഴിക്കണം. അതുപോലെ തന്നെ വെയിൽ കൊള്ളാൻ പാടില്ല, ഉറപ്പാണ്. അപ്പോൾ ഈ ഒരു മൈഗ്രെയിന് സ്വിച്ചിട്ട പോലെ വന്നു കഴിഞ്ഞാൽ സ്വിച്ചിട്ട പോലെ താൽക്കാലികമായിട്ട് നിർത്താൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ ഒരു സിമ്പിൾ, നമ്മളെ വീട്ടിലെല്ലാവരുടെ വീട്ടിലും ഉണ്ടാകുന്ന സാധനമാണ്. ഈ ഒരു സാധനം നിങ്ങൾ ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ അതും മിനിറ്റുകൾക്കുള്ളിൽ ഉണ്ടാക്കാം, മിനിറ്റുകൾക്കുള്ളിൽ നിങ്ങൾക്ക് കുടിക്കുകയും ചെയ്യാം. അപ്പോൾ ഈ ഒരു സാധനം നിങ്ങൾ ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ, ഓൺ ദ സ്പോട്ടിൽ, അതായത് അത് കുടിച്ച് തീർന്ന ഒരു 2 മിനിറ്റ് 3 മിനിറ്റിനുള്ളിൽ തന്നെ നിങ്ങളെ തലവേദന അപ്പോട്ട് നിൽക്കും. ഇത് ഞാൻ പരീക്ഷിച്ച് വിജയിച്ചൊരു കാര്യമാണ്. അപ്പോൾ എൻ്റെ അമ്മയാണ് എനിക്കിത് പറഞ്ഞു തന്നത്. അമ്മയൊരു വീഡിയോ കണ്ടിട്ടാണ് എനിക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞു തന്നത്. അപ്പോൾ അങ്ങനെ ഞാനത് പരീക്ഷിച്ചു, എനിക്കത് വിജയത്തിലേക്ക് എത്തുകയും ചെയ്തു. നിങ്ങൾ ആരെങ്കിലും മൈഗ്രെയിനുമായിട്ട് ബുദ്ധിമുട്ടുന്ന ആളാണെങ്കിൽ ഈ ഒരു റെമഡി ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ പറയാം എന്താണെന്ന് വെച്ചാൽ, കട്ടൻ ചായ ഉണ്ടാക്കി കുടിക്കുക. കട്ടൻ ചായ ഉണ്ടാക്കി കുടിക്കാനോ? കട്ടൻ ചായ ഉണ്ടാക്കി കുടിച്ചിട്ട് എന്ത് കാര്യമുള്ളത് എന്ന് തോന്നുന്ന ആളുകളുണ്ടാവും. കട്ടൻ ചായ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ എന്താണ്, മധുരം ഇട്ടിട്ടാണ് കഴിക്കാറ്. പക്ഷേ ഈ ഒരു കട്ടൻ ചായക്ക് മധുരമല്ല ഇടേണ്ടത്, ഉപ്പാണ് ഇടേണ്ടത്. അത് ഉപ്പിട്ടിട്ട് കുടിക്കാൻ പറ്റുമോ? തലവേദന മാറാൻ നമ്മൾ എന്ത് കയ്പുള്ള സാധനം തന്നാലും നമ്മൾ കഴിക്കൂലേ? അത്രയും വലിയ തലവേദനയല്ലേ. അപ്പം കുറച്ച് ഉപ്പിടുക. അതായത് കട്ടൻ ചായ സാധാ നോർമൽ നമ്മൾ കട്ടൻ ചായ ഉണ്ടാക്കുക, ഉപ്പിടുക, കുടിക്കുക. അത് കുറച്ച് സഹിച്ചാലും വേണ്ടി, മീൻസ് കുറച്ച് ചവർപ്പും ഉപ്പും അങ്ങനത്തെ ഒരു ടേസ്റ്റ് ആയിരിക്കും. പക്ഷെ ആ ഒരു സാധനം നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ ഹോൾ ഡേ നമ്മൾ സഹിക്കുന്ന ആ തലവേദന ആ ഓൺ ദ സ്പോട്ടിൽ നിൽക്കും. അപ്പോൾ മൈഗ്രെയിൻ ഉള്ള ഏതെങ്കിലുമൊക്കെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ റിലേറ്റീവ്സ് ഉണ്ടെങ്കിൽ, ആരാണെങ്കിലും അവർക്കൊക്കെ ഈ ഒരു അറിവൊന്ന് ഷെയർ ചെയ്യുക. റിസൾട്ട് കിട്ടിയിട്ട് ഈ ഒരു വീഡിയോൻ്റെ അടിയിൽ വന്നിട്ട് കമൻറ്റ് ചെയ്യുക, റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ. അപ്പം മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ.